എന്തല്ലേ വിഷ്വൽസ്. ആലപ്പുഴയിലെ മനോഹാരിത അതേപോലെ ഒപ്പിയെടുത്ത വിഷ്വൽസാണ് ഞങ്ങളുടെ ആലപ്പുഴ ഉല്ലാസയാത്രയുടെ 3ാമത്തെ എപ്പിസോഡ്. മറ്റുള്ള എപ്പിസോഡ് കാണാത്തവർ കണ്ടു നോക്കിക്കോളൂ. ഇത്രയും മനോഹരമായൊരു വീഡിയോ നിങ്ങൾക്കിതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. പുന്നമട കായൽ, വേമ്പനാട്ട് കായൽ, കുട്ടനാട്, കുമരകം എന്ന് വേണ്ട ആലപ്പുഴയെ മൊത്തം ഒപ്പിയെടുത്ത അടിപൊളി വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാഴ്ചകൾ തുടരാം. ഇപ്പോൾ കാണുന്ന ഈ വിഷ്വൽസ്, അതായത് ആ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്, അതൊരു ചെറിയൊരു ദ്വീപാണ് കുമരകം. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, കാഴ്ചയുടെ അനുഭൂതി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കുമരകമാണത്. ഒരു പക്ഷി സങ്കേതം കൂടിയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുന്നില്ല, നമ്മൾ കായലിലൂടെയുള്ള യാത്രയാണ്. പക്ഷേ അതിൻ്റെ സൈഡിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ വിവരിച്ച് തരുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് കണ്ടോളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു സംഭവമാണ്. അതുണ്ടോ, അതാണ് ഹോട്ടൽ രവീസ് റിസോർട്ട്. രവിപ്പിള്ളയുടെ റിസോർട്ടാണ് ആ കാണുന്നത്. അടിപൊളി റിസോർട്ടുകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് കേട്ടോ. അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രവിപ്പിള്ളയുടെ റിസോർട്ടാണ്. രവിപ്പിള്ള അതിൻ്റെ റിസോർട്ടാണ്. സ്പോട്ട് ഇതൊക്കെ ഒഴുകി കിടക്കുന്ന പായലില്ലേ, എന്തോ ഒരു ചെടി ആണോ? കുളവാഴയോ? കുളവാഴ. അതിന് മോൾ കൂടെ കയറും. ആ കാണുന്നതാണ് ഹോട്ടൽ താജ്, അവരുടെ റിസോർട്ടാണ്. ബൊമ്മയിലൊക്കെ ഉള്ളത് അതന്നെ. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കൊച്ചു ഗ്രാമത്തെ കായലിന്റെ അക്രമത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അക്കാലത്ത് ഒട്ടനവധി കണ്ടൽ ചെടികൾ. യാത്രയിലുടനീളം നമുക്കറിയാത്ത ആലപ്പുഴയുടെ കാര്യങ്ങൾ നമുക്ക് ബോട്ടിലെ ജീവനക്കാർ വിവരിച്ച് തരുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമാണ്. പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല, ഇവർ പറയുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 2 ജില്ലകളുടെ നടുവിലൂടെയാണ്. ഈ കാണുന്നത് കോട്ടയം ജില്ലയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയാണ്. ഇത് ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ് കേട്ടോ. ചിത്തിരപ്പാടം ആലപ്പുഴ. ഇതിന് നേരെ ഓപ്പോസിറ്റ് കോട്ടയം. 2 ജില്ലകളുടെ നടുവിലൂടെയാണ്. ഈ കാണുന്ന സ്ഥലമാണ് ചിത്തിരപ്പാടം. നമ്മുടെ കേരളത്തിലെ പല സ്ഥലത്തോട്ടും നെല്ലുൽപാദനം നടത്തി കയറ്റി അയക്കുന്നതൊക്കെ ഈ പാടത്തു നിന്നാണ്. ചിത്തിരപ്പാടം വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. കോട്ടയം ജില്ലയിലെ വേമ്പനാട്ട് കായലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപുകളുടെ സമൂഹമാണ് ഈ കുമരകം എന്ന് പറയുന്ന സ്ഥലം. ഈ കുമരകത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1/2 അടിയോളം താഴ്ന്നിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെള്ളം കയറാതിരിക്കാനായിട്ട് ബണ്ടുകളും മറ്റും പണിത് സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ കുമരകം. നമ്മൾ നേരത്തെ കണ്ട സ്ഥലമല്ലേ കുമരകം, കോട്ടയത്തിൻ്റെ ഭാഗമാണത്. ഈ കായലിലൂടെ നമ്മൾ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടതുണ്ട് ചെറിയ ചെറിയ പച്ച പായൽ പോലത്തെ സാധനം, എന്തോ ഒരു കുളവാഴയാണെന്ന് പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. അതിങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. നല്ല അടിപൊളി ഭംഗിയാണ് അത് കാണാനായിട്ട് കേട്ടോ. അതിന് മുകളിൽ കൂടിയാണ് നമ്മുടെ ബോട്ട് സഞ്ചരിക്കുക. നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് കുട്ടനാടാണ്. അതായത് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന
കായൽ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. നെൽകൃഷികൾക്ക് പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് കുട്ടനാട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് കുട്ടനാട്. കുട്ടനാട്ടിലൂടെ 4 നദികൾ ഒഴുകുന്നുണ്ടെങ്കിലും ജലക്ഷാമത്തിന് പേരുകേട്ട സ്ഥലം കൂടിയാണ് കേട്ടോ കുട്ടനാട്. നല്ല കുടിവെള്ളക്ഷാമമുള്ള ഒരു സ്ഥലമാണ് കുട്ടനാട്. പക്ഷേ കുട്ടനാടിൻ്റെ ചുറ്റും നദികളും പുഴകളും കായലൊക്കെയാണ്. നമ്മുടെ സംസാരം നടക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ സഞ്ചാര നക്ഷത്രങ്ങളുടെ ജലമാറ്റത്തിന്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ കാർഷിക പ്രദേശത്തേക്ക് വരുന്ന ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പ്രധാന പ്രസിദ്ധമായ ആത്മസംഭരണ സ്ഥലത്തിലേക്ക് ചർച്ച ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആത്മത്തിന്റെ പ്രത്യേകത അറിയാൻ പറ്റും. കുട്ടനാടിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാ സ്ഥലത്തും നെൽകൃഷിയാണെന്നുണ്ടെങ്കിൽ അതിന് നേരെ വിപരീതമായി തെങ്ങ്, വാഴ, കവുങ്ങ്, കപ്പ, കാപ്പി, കുരുമുളക് തരത്തിലുള്ള സ്ഥലത്ത് കുട്ടനാടാണ് കേട്ടോ കുട്ടനാട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്തുകൊണ്ടുള്ള സ്ഥലമായിരുന്നു. കൂടാതെ കുടിവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ചെത്ത് കല്ല് ഉത്പാദിപ്പിച്ചുകൊണ്ടുള്ളത് കുട്ടനാട്. നമ്മൾ ആ കാണുന്ന പ്രദേശമൊക്കെ കുട്ടനാട്ടിൽപ്പെട്ടാണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഈ കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഒരുപാട് തെങ്ങുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ തെങ്ങൊക്കെ മണ്ടരി വന്ന് കേടായി കിടക്കുന്ന കണ്ടില്ലേ, നമുക്ക് കാണാൻ കഴിയും. സൂക്ഷിച്ച് നോക്കിയാൽ എല്ലാത്തിനും മണ്ട പോയി കിടക്കുകയാണ്. 2018 ആ പ്രളയത്തിൽ വെള്ളം കയറി നശിച്ചതാണ് ആ സ്ഥലമൊക്കെ കേട്ടോ. നമ്മൾ ആ കാണുന്നതൊക്കെ ചിത്തിരപ്പാടമാണ്. ഒരു കാലത്ത് വേമ്പനാട്ട് കായലിനടിയിലായിരുന്നു ആ സ്ഥലം. പിന്നീട് അത് അവർ കരയാക്കി മാറ്റിയിട്ട് ഒരുപാട് നെൽകൃഷികളൊക്കെ ചെയ്ത് പ്രശസ്തമായ ഒരു സ്ഥലമാണ്. മാത്രമല്ല പണ്ട് കാലത്ത് ഇത് വെള്ളം വറ്റിച്ചെടുത്തത് ചവിട്ടിയിട്ടൊക്കെ വെള്ളം പമ്പ് ചെയ്യുന്ന മെഷീനൊക്കെ വെച്ചിട്ടായിരുന്നു. ഇന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ വെള്ളം വറ്റിച്ചെടുത്ത് അത് പിന്നെ നെൽകൃഷിക്ക് യോഗ്യമാക്കി നെൽകൃഷിയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ് ചിത്തിരപ്പാടം. ഇപ്പോഴും അവിടെ നെൽകൃഷിയുണ്ട്. പക്ഷേ വെള്ളത്തിനടിയിലൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചിത്തിരപ്പാടം എന്ന് പറയുന്ന സ്ഥലം. നമുക്കതിനെക്കുറിച്ചൊക്കെ വിവരിച്ച് തരുന്നുണ്ട്. അത് നമുക്ക് സൗണ്ട് കാരണം എത്രമാത്രം മനസ്സിലാവും എന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. എണ്ണയൊഴിച്ച് അവർ കാത്തിരുന്നാണ് ഈ 5 ലക്ഷം ടൺ നെല്ല് അഥവാ ധാന്യം അവർ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. പുതിയ സഞ്ചാരികളെ ഒരു കാലത്ത് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒരു മുഴുപ്പട്ടിനകത്ത് സംരക്ഷിച്ചു പോകുന്ന ഈ കുട്ടനാട്ടുകാരെയും കുട്ടനാടിന്റെ കർഷകരെയും കർഷക കുടുംബങ്ങളൊക്കെ നമുക്ക് നന്ദിയോടെ ഒരു തിരിച്ച് സ്മരിച്ചുകൊണ്ടതാണ് നമ്മുടെ തുടർന്നുള്ള യാത്ര. താങ്ക് യു. എല്ലാവരും ഒരിക്കൽ ശ്രദ്ധിക്കേണ്ട ചിത്രപ്പള്ളി പറയണമെന്ന് പറഞ്ഞ സഞ്ചാരി ഉണ്ടാകും. ചിലത് വലത് സൈഡിൽ എല്ലാവരും ശ്രദ്ധിച്ച് ഇതിന്റെ പ്രാദേശിക നാമമാണ് ചിത്രപ്പള്ളി. ഇതിന്റെ ഔദ്യോഗിക നാമം, അതായത് പള്ളിയുടെ ഔദ്യോഗിക നാമം എബുദഹിം ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെല്ലാവരും ഈ കാണുന്ന പള്ളിയുടെ പേര് ചിത്തിരപ്പള്ളി പള്ളി എന്നാണ്. ഒരുപാട് കാലം പഴക്കമുള്ളതാണ്. ഈ പള്ളിയിൽ ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ്. അടിപൊളി ലൊക്കേഷനും കൂടിയാണ്, സിനിമ ലൊക്കേഷനും കൂടിയാണ് ഈ പള്ളി. പണിത് കൊടുത്ത ഒരു പള്ളിയാണിത്.
അപ്പോൾ പ്രിയ സഞ്ചാരികൾ, ഇന്നും ആ പള്ളി ചരിത്രത്തിന്റെ അവശേഷിച്ച് കാണപ്പെടുന്നത് വടക്ക് സൈഡിൽ കാണപ്പെടുന്ന ആ കാർഷിക പ്രദേശത്തിന്റെ പേരാണ് പ്രസിദ്ധമായ റാണി കായൽ. ഇത് നമ്മൾ കുട്ടനാട് സന്ദർശിക്കുന്ന ഓരോ യാത്രികരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ നാട് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരോടുള്ള നന്ദി സൂചകമായി തന്നെയാണ് ഇന്നും കുട്ടനാട്ടുകാർ കേരളീയരും ഇത്തരത്തിൽ ഒരു പേരിൽ നിന്നും മാറ്റമില്ലാതെ ആ പേരിൽ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ പ്രിയ സഞ്ചാരികൾ, ഒരിക്കൽ കൂടി വീണ്ടും തിരിച്ചു വരാം. താങ്ക് യു. ഈ കായലിന് തൊട്ടപ്പുറത്ത് കാണുന്ന കായലാണ് മാർത്താണ്ഡൻ കായൽ. ആ ഒരു വേലിക്കപ്പുറം കാണുന്നതാണ് കേട്ടോ മാർത്താണ്ഡൻ കായൽ. ഒപ്പം ഉള്ളത് ഈ ബോട്ടിലെ ജീവനക്കാരനാണ്. നമുക്ക് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് സലാം എന്നാണ്. അതായത് നമ്മളിപ്പോൾ പോകുന്നത് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ തന്നെ സീ കുട്ടനാട് എന്നൊരു ബോട്ട് സർവീസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ ഏകദേശം ഒരു 11:45 ആലപ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന യാത്ര നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന പുന്നമടക്കായലിലാണ് നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത്. പുന്നമടക്കായലിൽ എത്തിച്ചേർന്നിട്ട് ആദ്യമായി തന്നെ നമ്മുടെ പുന്നമടക്കായലിൽ നമ്മളെ വരവേൽക്കുന്നത് തന്നെ ഒട്ടനവധി പുരവഞ്ചികളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. ആ പുരവഞ്ചികളുടെയൊക്കെ നീണ്ട നിര അതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ആ വേമ്പനാട് കായലിൻ്റെ ഇരു കരകളുമായി തന്നെ ഒട്ടനവധി ചെറുതും വലുതുമായ ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ആ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പിന്നീട് നമ്മുടെ ജലവാഹനം എത്തിച്ചേരുന്നത് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായൽ ശ്രദ്ധിച്ചിരുന്നു. വേമ്പനാട് കായലിൽ കൂടെ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് കഴിയുമ്പോൾ വേമ്പനാട് കായലിൽ തന്നെ മധ്യഭാഗത്തായിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. അതായത് പാതിരാമണ്ഡലം എന്ന് പറയും. അത് സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ആ ഒരു സ്വാഭാവികമായ പ്രകൃതിജന്യ ഈ കൂടെയാണ്. അപ്പോൾ അതിൽ എത്തിച്ചേർന്നതിന് ശേഷം അരമണിക്കൂറോളം നമുക്ക് അവിടെ സഞ്ചാരികൾക്ക് ചുറ്റി സഞ്ചരിക്കാനുള്ള സൗകര്യ സംസ്ഥാന ജലഗതാഗത വകുപ്പ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ സ്വാതേറിയ ഉച്ചഭക്ഷണമാണ്. അതായത് ഒരു യാത്രയിലേക്കൊക്കെ വരുമ്പോൾ ഉച്ചയ്ക്ക് കിട്ടുന്ന ഒരു ഭക്ഷണം, അതായത് കുട്ടനാടിൻ്റെ തനത് വിഭവങ്ങളെല്ലാം രുചിച്ചുകൊണ്ടാണ് പിന്നീടുള്ള നമ്മുടെ യാത്ര. ഇത് ഏകദേശം ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണമൊക്കെ ആസ്വദിച്ചുകൊണ്ട് പിന്നീട് നമ്മുടെ യാത്ര ചെല്ലുന്നത് വെച്ചാൽ അതായത് ലോക സഞ്ചാര ഭൂപടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കുമരകം എന്ന് പറയുന്ന ഒരു ടൂറിസം വില്ലേജിലേക്കാണ്. അങ്ങനെ കുമരകം പറയുന്ന ഈ ടൂറിസം വില്ലേജ് എല്ലാം കണ്ട് കവർ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൽ. അതായത് ആർ ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലം, മറു സൈഡിൽ ചിത്തര എന്ന് പറയുന്ന കാർഷിക. അങ്ങനെ ഏകദേശം പിന്നീട് കുട്ടനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് അതിനുശേഷം അവസാനമായി നമ്മൾ എത്തിച്ചേരുന്നത് വെച്ചാൽ പമ്പാ നദിയിലേക്കാണ്. അങ്ങനെ പമ്പ നദിയിൽ എത്തിച്ചത്. പമ്പാ നദിയിലൂടെ ഏകദേശം അരമണിക്കൂറോളം പിന്നീട് നമ്മളെ യാത്രയുണ്ട്. ആ പമ്പാ നദിയുടെ ഉള്ള യാത്ര എന്ന് വെച്ചാൽ ഏറ്റവും വലിയ അനുഭവമാണ്. മറ്റൊന്നും ഇത്രയും നേരം ഇവിടെ ചുറ്റി സഞ്ചരിച്ചെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മനുഷ്യവാസമോ വീടുകളോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനി നമ്മളെ യാത്ര അവസാന അരമണിക്കൂറാണ് പറയുന്നത് പമ്പാ നദിയുടെ ഇരുകരകളുമായി താമസിക്കുന്ന കുട്ടനാട് ജില്ലയുടെ ജനജീവിതം കണ്ട് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ്. ഇത് എല്ലാ സഞ്ചാരികളും കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. പ്രളയമൊക്കെ നമുക്കറിയാൻ പറ്റും. ആ പ്രളയത്തിലേക്ക് അതിജീവിക്കുന്ന രീതിയിലുള്ള വലിയ തരത്തിലുള്ള ഭവന നിർമ്മാണ രീതികളെല്ലാം കണ്ടതിന് ശേഷം സന്തോഷകരമായിട്ട് ബോട്ടിൽ നിന്ന് ഏകദേശം 4:45 എനിക്ക് ആരംഭിക്കുന്ന ഒരു സഞ്ചാര രീതിയാണ് സംസ്ഥാനത്തിന് സഞ്ചാരികൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. പ്രേക്ഷകരോടും കൂടി പറയുകയാണ്, നമ്മൾ ഒരു ദിവസത്തെ യാത്ര ബന്ധുക്കളൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ആലപ്പുഴയിൽ സീ കുട്ടനാട് എന്ന ഹോട്ടൽ സർവീസുണ്ട്. 400 രൂപ അല്ലെങ്കിൽ 500 രൂപ. അതായത് ഈ ബോട്ടിൽ മൊത്തം 90 പേരാണ് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഏകദേശം 30 പേരും താഴെ ആളുകൾ. അങ്ങനെ 90 പേര് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു ബോട്ടാണുള്ളത്. താഴെ ഇരിക്കുന്നതിന് 400 രൂപയും മുകളിൽ ഇരിക്കുന്നവർക്ക് 500 രൂപയാണ്. അതായത് 500 അല്ലെങ്കിൽ ഒരു 600 രൂപയുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് കുട്ടനാടിൻ്റെ കാണാൻ കാഴ്ചകളെല്ലാം കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വരികയും ചെയ്യാം. കൂട്ടത്തിൽ നല്ല ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് വരാം. പ്രത്യേകത എന്ന് പറയുന്നത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും മിക്കവാറും സഞ്ചാരികൾക്ക് പക്ഷേ ഈ സ്ഥലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല. അതിന് ഒരു ചില വിവരണം കൂടിയൊക്കെ നൽകിക്കൊണ്ടാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഈ
യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വെക്കേഷനും അതുപോലെ തന്നെ ഈ കുട്ടനാട് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ സഞ്ചാരികളെയും ഞങ്ങൾ കുട്ടനാട്ടിലേക്ക്, അതായത് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഒരു സർവീസിലേക്ക് എല്ലാവരും ഞാൻ സാധിക്കും. സാറേ, നമുക്ക് ഈ മറ്റു ഹൗസ് ബോട്ടുകളെ അപേക്ഷിച്ച് ഈ ബോട്ടിൽ നമുക്ക് എന്തൊക്കെ പ്രത്യേകത? മറ്റ് ഹൗസ് ബോട്ടുകളെ അപേക്ഷിച്ച് പറയാൻ നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ട് 25 കിലോമീറ്ററോളം ഒരു ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും, ഏകദേശം ഒരു 10,000 രൂപ തൊട്ടാണ് അതിൻ്റെ റേറ്റ് തന്നെ ഉള്ളത്. നമ്മൾ ആ സമയത്ത് 400 അല്ലെങ്കിൽ 500 രൂപ എടുത്ത് അതാണ് ആ ഏറ്റവും നമ്പർ 1 കാര്യം. രണ്ടാമത് നമ്മൾ 55 കിലോമീറ്ററോളം കവർ ചെയ്യുന്നുണ്ട്. ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും ഒരു നിശ്ചിത സ്ഥലത്ത് കൂടിയുള്ള ഒരു യാത്ര മാത്രമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര ചെയ്യുന്നത്. അത് ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ, അങ്ങനെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കൂടിയുള്ള ഒരു യാത്ര കൂടിയാണ്. സർവീസ് ഉണ്ട്. എല്ലാ ദിവസവും ഒരു സർവീസാണ്. രാവിലെ നമ്മൾ 15:45 തുടങ്ങിക്കഴിഞ്ഞാൽ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ 4:45 കൂടി തിരികെ നമുക്ക് ആലപ്പുഴയിൽ എത്തിച്ചേരാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ ബോട്ട് കിടക്കുന്നത്. അതായത് ഏറ്റവും ചുരുങ്ങിയ ചെലവ് നമ്മുടെ പോക്കറ്റ് അല്ലെങ്കിൽ പൈസ കാലിയാകാതെ ഈ കേരളത്തിൻ്റെ ഏതൊരു അറ്റത്ത് നിന്നും ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ വെറും 2 മിനിറ്റ് കൊണ്ട് നടന്ന് നമ്മുടെ ബോട്ടിൽ കയറാൻ പറ്റും. അതുപോലെ തന്നെ ട്രെയിൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്ററിലെ ഉള്ള ആ ദൂരം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വന്നു പോകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സർവീസാണ്. പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും. പെട്ടെന്ന് കേരളത്തിൻ്റെ എവിടുന്ന് കേരളത്തിൻ്റെ ഏത് മുക്കിനും മൂലയിൽ നിന്നും വരുന്നവർക്ക് ഏതായാലും നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ തൊട്ട് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൽ എത്തിച്ചേരാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ്. സാർ, നമുക്ക് എല്ലാ വിവരങ്ങളും സാർ നമുക്ക് നൽകി കഴിഞ്ഞു. സാറിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ഒരുപാട് ഉപകാരപ്പെടും. എല്ലാ വിവരങ്ങളും നൽകി. നമ്മൾക്കിപ്പം വിവരങ്ങളൊക്കെ, അതായത് ബോട്ട് സർവീസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകിയത് സലാം സാറാണ്. അത് ഈ ബോട്ടിലെ ജീവനക്കാരനാണ്. 5 ജീവനക്കാർ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാ വിവരങ്ങളും നമുക്ക് വിവരിച്ചു തരുന്നതും സാറ് തന്നെയാണ്. നമ്മുടെ യാത്രയിൽ അടിപൊളി യാത്രയെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. എപ്പോഴും പാട്ടും അതുപോലെ തന്നെ ഡാൻസും നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു വേദിയും കൂടിയായിട്ടാണ്. പക്ഷേ പാട്ടുകളൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ മ്യൂസിക്കാണ് ചേർക്കുന്നത്. കാരണം കോപ്പിറൈറ്റ് ഒരു പ്രശ്നമാണ്.
അതിൻ്റെ ഇവിടെ ചെന്ന് ജീവിതം കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. മറ്റൊന്നുമല്ല, ഏകദേശം 10 അടിയോളം നീളമുള്ള ഒട്ടനവധി തൂണുകൾ നിർമ്മിച്ച് ആ തൂണുകളുടെ മുകളിലാണ് ഇപ്പോൾ കുട്ടനാട്ടുകാരുടെ അതിനൂതനമായ ഭവന നിർമ്മാണ രീതി. അതായത് 2018 പ്രളയത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഒരു കാഠിന്യം അനുഭവിച്ച ഒരു വിഭാഗം ജനങ്ങളാണ് കുട്ടനാട്ടുകാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയൊരു പ്രളയം വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കുട്ടനാട്ടുകാർ അവരുടെ അതിനൂതനമായ ഭവന നിർമ്മാണ രീതി അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ഇടത് സൈഡോട് നോക്കിക്കഴിഞ്ഞാൽ ആ ഹൗസ് ബോട്ടിന്റെ മുന്നിലായിട്ടൊക്കെ നമുക്ക് വീട് കൃത്യമായിട്ട് കാണാൻ പറ്റും. അവരുടെ പഴയ വീട് തൊട്ട് അടുത്തുണ്ട്. അതിന്റെ ഏകദേശം 7 മേഞ്ഞ ഭാഗം വരെ കഴിഞ്ഞ പ്രളയത്തിന് വെള്ളമുണ്ടായിരുന്നു. അത് ആ വീട് മറ്റൊന്നുമല്ല സൂചിപ്പിക്കുന്നത്, ഇനിയൊരു പ്രളയം വന്ന് അത്രയും വെള്ളം പൊക്കം വന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുട്ടനാട്ടുകാർ അവിടെ അതിനൂതനമായ ഭവന നിർമ്മാണ രീതി അവതരിപ്പിക്കുന്നത്. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്, അതായത് കുട്ടനാട്ടുകാർ ഇന്നും വെള്ളത്തോടും മണ്ണിനോടും ഒക്കെ പടവത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ്. കൂടാതെ 2018 വെള്ളപ്പൊക്കം കയറിയപ്പോൾ, അതായത് പ്രളയം ഉണ്ടായപ്പം ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചൊരു നാടും കൂടിയാണ് കുട്ടനാട്. ഇപ്പോഴവരുടെ വീടുകളൊക്കെ കോൺക്രീറ്റ് തൂണുകൾ 10 അടിയോളം ഉയരത്തിൽ തൂണുകൾ പണിത് അതിൻ്റെ മുകളിലാണ് വീടുകൾ പണിയുന്നത്. അതാണ് സാറ് നമുക്ക് വിവരിച്ച് തന്നത്. ഇപ്പോൾ വെള്ളം കയറിയാലും അവർ വീടിൻ്റെ ഉള്ളിലോട്ടൊന്നും വെള്ളം കയറാത്ത രീതിയിലുള്ള നൂതനമായ വീടുകളുടെ നിർമ്മിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം നമ്മൾ ആലപ്പുഴയിൽ വരികയാണെങ്കിൽ കുട്ടനാട് ബോട്ട് എടുത്ത് കറങ്ങുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ യാത്ര മാത്രമല്ല മറ്റു പല യാത്രകളും നടത്താൻ കഴിഞ്ഞു, പല സ്ഥലങ്ങളെ കാണാൻ കഴിഞ്ഞു, പലതും അറിയാൻ കഴിഞ്ഞു.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹൗസ് ബോട്ട് എടുത്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കഴിയുമെങ്കിൽ സീ കുട്ടനാട് ബോട്ടെടുത്ത് ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ. വളരെ ചുരുങ്ങിയ ചിലവിൽ ഒരു അടിപൊളി യാത്രയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഉല്ലാസയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സീ കുട്ടനാടിൻ്റെ ഉല്ലാസയാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോസും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചോളൂ. ഒരു ഷെയർ, ഒരു ലൈക്ക്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്യാത്തവർ. എല്ലാവരും സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയുടെ വിജയം. അപ്പോൾ വീണ്ടും കാണാം പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി. ഓക്കെ, താങ്ക് യു.